السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അജയ്യനും ഉന്നൂനനും അദ്വിതീയനുമായ പടച്ചതമ്പുരാന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളെയും ക്രമപ്പെടുത്താൻ അവൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് ഏറെ സന്തോഷവും ആനന്ദവും അലയടിക്കുന്ന നിമിഷാർദ്ധങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. കാരണം നമുക്കേവർക്കും അറിയാം, നാം എല്ലാവരും ഒരു അതിഥിയെ വരവേൽക്കാനായി കാത്തിരിക്കുകയാണ്. ആ അതിഥിയുടെ കാലൊച്ച നമുക്കേവർക്കും കേൾക്കാൻ കഴിയും. ആ അതിഥി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നത് നീണ്ട 11 മാസങ്ങൾക്ക് ശേഷമാണ്. ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വെറും കയ്യുമായിട്ടല്ല നമ്മുടെ അടുക്കിലേക്ക് ആ അതിഥി കടന്നു വരുന്നത്. ആ അതിഥിയുടെ കയ്യിൽ നമുക്ക് തരാൻ വേണ്ടി ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ആ അതിഥിയുടെ കയ്യിൽ റയ്യാന്റെ താക്കോലുണ്ട്, ലൈലത്തുൽ ഖദറിന്റെ വിശുദ്ധിയുണ്ട്, അതോടൊപ്പം സംസ്കരണത്തിന്റെ സൗരഭ്യമുണ്ട്. ആ അതിഥി നമ്മിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാം, ആ അതിഥിയുടെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്ന വാചകം, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അക്സിർ. അല്ലയോ നന്മ ചെയ്യാൻ തയ്യാറുള്ളവരെ മുന്നോട്ട് കടന്നു വരിക, അല്ലയോ തിന്മ ചെയ്യുന്ന മനുഷ്യരെ ആ തിന്മയിൽ നിന്ന് പിന്മാറുക എന്ന് ആ അതിഥിയുടെ പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷേ ആ അതിഥിയുടെ കയ്യിലുള്ള സമ്മാനങ്ങൾ അതിഥി എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറല്ല. മറിച്ച് ആ അതിഥിയെ ആരാണ് ഏറ്റവും നന്നായി സ്വീകരിക്കുന്നത്, ആ അതിഥി ആരാണോ ഏറ്റവും നന്നായി വരവേൽക്കുന്നത്, അവർക്ക് കൊടുക്കാനുള്ളതാണ് ആ സമ്മാനങ്ങൾ. കാരണം ആ അതിഥിയെ പറഞ്ഞയച്ച ഒരുവനുണ്ട്. ആ ഒരുവന്റെ കൽപ്പനയാണ്, ആരാണോ തന്നെ നല്ലപോലെ സ്വീകരിക്കുന്നത്, തന്നെ നല്ലപോലെ ആരാണോ വരവേൽക്കുന്നത്, അവർക്ക് മാത്രമേ ആ സമ്മാനം കൊടുക്കാവൂ എന്നുള്ളത് ആ സമ്മാനങ്ങൾ കൊടുത്തയച്ച ആ അതിഥിയെ പറഞ്ഞയച്ചവന്റെ കൽപ്പനയാണ്. സഹോദരങ്ങളെ, ഞാൻ പറയാതെ തന്നെ നമുക്കേവർക്കും അറിയാം ആരാണ് അതിഥി.
പരിശുദ്ധ റമളാനാകുന്ന പുണ്യങ്ങളുടെ വസന്തകാലമാകുന്ന അതിഥിയെക്കുറിച്ച് ഹദീസുകൾ നമ്മോട് സംസാരിക്കുന്നു. ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന. പരിശുദ്ധ റമളാൻ സമാഗതമായാൽ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടും. ഫുതിഹത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഉല്ലിഖത് അബ്വാബു ജഹന്നം, നരകത്തിന്റെ കവാടങ്ങൾ കുട്ടി അടയ്ക്കപ്പെടും. വസുൽസിലത്തി ശയാതീൻ, മനുഷ്യരെ തിന്മയിലേക്ക് നയിക്കുന്ന പൈശാചികമായ ശക്തികൾ ബന്ധനസ്ഥരാക്കപ്പെടും. അത് പരിശുദ്ധ റമളാൻ, അത് ഷഹ്റുൻ മുബാറക്, അനുഗ്രഹത്തിന്റെ മാസമാണ്. ഷഹ്റുസ് സബ്ർ, ക്ഷമയുടെ മാസമാണ്. ഷഹ്റുത് തൗബ, പശ്ചാത്താപത്തിന്റെ മാസമാണ്. ഷഹ്റുൽ മുവാസാത്ത്, പരസ്പര സഹകരണത്തിന്റെ സാഹോദര്യത്തിന്റെ മാസമാണ്. ഷഹ്റുൽ ഖൈർ, നന്മയുടെ പുണ്യങ്ങളുടെ മാസമാണ്. അതുകൊണ്ട് ലോകത്തിന്റെ ഒരേ തമ്പുരാനായ പടച്ച തമ്പുരാൻ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, ഇതാ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും ഇതാ പടച്ച തമ്പുരാൻ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി തീരാൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ. നാം ഒന്ന് ആലോചിച്ചു നോക്കൂ. സാധാരണഗതിയിൽ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥി, ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആ അതിഥി കടന്നു വരുന്നത് കണ്ടിട്ട് ആ വീടിന്റെ വാതിൽ നമ്മൾ കൊട്ടിയടച്ചാൽ അത് ആ അതിഥിയെ ആദരിക്കലാണോ അനാദരിക്കലാണോ? ആ അതിഥി തന്റെ വീടിന്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ വീട്ടിലെ ടെലിവിഷനിൽ കണ്ണു നട്ട് നമ്മൾ ഇരുന്നാൽ അത് ആ അതിഥിയെ ബഹുമാനിക്കലാണോ ആദരിക്കലാണോ? ആ അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അതിഥിയെ ശ്രദ്ധിക്കാതെ, അതിഥിയെ പരിഗണിക്കാതെ നമ്മൾ അങ്ങാടികളിലൂടെ ചുറ്റിക്കറങ്ങിയാൽ, ആ അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിഥിയെ ആദരിക്കാതെ നമ്മൾ നമ്മുടെ വീട്ടിൽ കടന്നുറങ്ങിയാൽ ആ അതിഥിയെ ആദരിക്കലാണോ ബഹുമാനിക്കലാണോ? നാം ഓരോരുത്തരും ആലോചിക്കണം. ഒരു സാധാരണക്കാരൻ അതിഥിയുടെ വിഷയത്തിൽ ഇതെല്ലാം അനാദരവാണ് എങ്കിൽ പരിശുദ്ധ റമളാനാകുന്ന അതിഥി കടന്നു വരുമ്പോൾ പല ആളുകളും സുഖകരമായ ഉറക്കത്തിലാണ്, പല ആളുകളും അങ്ങാടികളിൽ ചുറ്റിക്കറങ്ങാനുള്ള തീരുമാനത്തിലാണ്, പലവരും ടെലിവിഷന്റെ മുന്നിലാണ് എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, മാറാൻ നമുക്ക് സാധിക്കണം. കാരണം ഇസ്ലാമിലെ നോമ്പ് അത് സത്യവിശ്വാസികൾക്ക് ഏറെ അഭിമാനിക്കാൻ വക നൽകുന്നതാണ്. ഇസ്ലാമിലെ നോമ്പ്. കാരണം ഈ ആരാധനയ്ക്ക് പകരം വെക്കാൻ പറ്റിയ, ഈ ആരാധനയ്ക്ക് തത്തുല്യമായ ഒന്ന് ലോകത്തിന്റെ ഏത് മതം പരിശോധിച്ചാലും, ഏത് ദർശനം പരിശോധിച്ചാലും, ഏത് ഇസ്സങ്ങൾ പരിശോധിച്ചാലും ഇല്ല, നമുക്ക് കാണാൻ കഴിയില്ല. ലോകത്തുള്ള ഏതൊരു മനുഷ്യനും സ്വർഗം വേണമോ, ഏതൊരു വിശ്വാസിയായ മനുഷ്യനും സ്വർഗം വേണോ, അത് പണക്കാരനായാലും പണിക്കാരനായാലും, അടിമയായാലും ഉടമയായാലും, രാജാവായാലും പ്രജയായാലും, സമ്പന്നനായാലും ദരിദ്രനായാലും അവൻ കൃത്യമായി ആ ഒരു മാസം നോമ്പ് നോൽക്കണം. പണക്കാരന് 15 ദിവസം, പാവപ്പെട്ടവന് 30 ദിവസം. ഇല്ല, അങ്ങനെയില്ല. എല്ലാവരും റബ്ബിന്റെ മുന്നിൽ സമന്മാരാണ്. അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ സാമ റമളാനൻ ഈമാനം വഇഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ റമളാൻ മാസത്തിൽ പ്രതിഫലേച്ഛയോടുകൂടി, വിശ്വാസത്തോടുകൂടി ആരെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ തയ്യാറായാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. എന്താ ഈ ഹദീസിന്റെ അർത്ഥം? ഈമാനില്ലാത്ത ചില ആളുകൾ, ഇഹ്തിസാബ് പ്രതിഫലേച്ഛയില്ലാത്ത ചില ആളുകളും നോമ്പനുഷ്ഠിക്കുമെന്നതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഈമാനില്ലാതെ വിശ്വാസമില്ലാതെയും കുറെ ആളുകൾ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്താണ് അവരെ അത്തരത്തിൽ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്? തന്റെ തടിയൊന്ന് ഉഷാറാവാൻ, തന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത കൊഴുപ്പുകൾ നീങ്ങാൻ. അതോടൊപ്പം സമൂഹം മുഴുവൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഞാൻ മാത്രം നോമ്പനുഷ്ഠിച്ചില്ല എങ്കിൽ ഞാൻ ഒറ്റപ്പെടുകയില്ലേ എന്നുള്ള ചിന്തകളൊക്കെ പലരെയും ഈമാനില്ലാതെ, ഇഹ്തിസാബില്ലാതെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അവരൊന്നും നോമ്പിന്റെ സത്തയെ അറിഞ്ഞിട്ടില്ല, നോമ്പിന്റെ സത്ത ഉൾക്കൊള്ളാൻ അത്തരം ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. നോമ്പ് എന്നുള്ളത് ഈമാനിന്റെ വിളംബരമാണ്. റസൂലിന്റെ വാചകം, മൻ സ്വാമ റമളാനൻ ഈമാനം വഇഹ്തിസാബാ. നോമ്പ് ഈമാനിന്റെ വിളംബരമാണ്. എന്താണ് ഈമാൻ? എന്താണ് ഇഹ്തിസാബ്? നാദാ, ഞാൻ ഭക്ഷണം ഒഴിവാക്കുന്നത്, ഞാൻ വെള്ളം ഒഴിവാക്കുന്നത്, ഞാൻ എൻ്റെ ഇച്ഛകളെ തടയുന്നത് സമൂഹം അറിയാനല്ല, നാട്ടുകാരറിയാനല്ല, വീട്ടുകാരറിയാനല്ല, എൻ്റെ ശരീരം ഉഷാറാകാൻ, എൻ്റെ ആരോഗ്യം ഉഷാറാകാൻ വേണ്ടിയല്ല. നാദാ, നീ കൽപ്പിച്ചു, ഞാനിതാ അനുസരിക്കുന്നു. നിന്റെ തൃപ്തി മാത്രം. റബ്ബനാ തഖബ്ബൽ മിന്നാ, നാദാ നീ സ്വീകരിക്കണമേ. അതാണ് ഈമാൻ, അതാണ് ഇഹ്തിസാബ്, അതാണ് നോമ്പ് കടന്നു വരുമ്പോൾ നമുക്ക് നേടേണ്ടത്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാന്റെ വാചകം, അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്, വഅന അജ്സീ ബിഹി, ഞാനാണ് നോമ്പുകാരന് പ്രതിഫലം നൽകുന്നത്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ
നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ അനിവാര്യമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതില്ല എങ്കിൽ നമ്മുടെ നോമ്പ് വെറും പട്ടിണി മാത്രമാണ്. എന്താണ് നോമ്പ് നമുക്ക് നേടിത്തരേണ്ടത്? എന്താണ് നോമ്പിലൂടെ നമ്മൾ നേടേണ്ടത്? അതിലൊന്നാമത്തത് തഖ്വയാണ്. നോമ്പിലൂടെ ഒന്നാമതായി നമ്മൾ നേടിയെടുക്കേണ്ടത് തഖ്വയാണ്. നമുക്കറിയാം, പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ ധാരാളം ഭക്ഷണം വാങ്ങി സ്റ്റോക്ക് ചെയ്യുന്ന ആളുകൾ, പുതിയ വസ്ത്രം തയ്പ്പിക്കുകയും ധരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ സമൂഹത്തിൽ കാണാൻ കഴിയും. എന്നാൽ വിശുദ്ധ ഖുർആൻ നമ്മോട് തയ്യാറാക്കാൻ പറഞ്ഞൊരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം തയ്യാറാക്കാനും ആ വസ്ത്രം ധരിക്കാനും പല ആളുകളും തയ്യാറല്ല. വിശുദ്ധ ഖുർആൻ ഏതാണ്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആ വസ്ത്രവും ആ ഭക്ഷണവും അതെ, തഖ്വയാകുന്ന ഭക്ഷണം, തഖ്വയാകുന്ന ഭക്ഷണം നിങ്ങൾ തയ്യാറാക്കാൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേപോലെ നിങ്ങളോട് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധരിക്കേണ്ടത് തഖ്വയാകുന്ന വസ്ത്രമാണ്. ഒരു മനുഷ്യൻ ആ തഖ്വയാകുന്ന വസ്ത്രം ധരിക്കാൻ തയ്യാറല്ല എങ്കിൽ ഒരു അറബി കവി നമ്മെ പഠിപ്പിക്കുന്നു, ഇദൽ മർഉ ലം യൽബസ് ലിബാസുൻ മിനത് തുഖാ തഖല്ലബ ഉരിയാനൻ വഇൻ കാന കാസിയ. ഒരു മനുഷ്യൻ വളരെ മനോഹരമായ ഉടയാടകൾ അവൻ അണിഞ്ഞിട്ടുണ്ട്, കോട്ട് ധരിച്ചിട്ടുണ്ട്, പക്ഷേ തഖ്വയാകുന്ന വസ്ത്രം അവൻ ധരിച്ചിട്ടില്ല എങ്കിൽ അവൻ നഗ്നനെ പോലെയാണ്. അതുകൊണ്ട് തഖ്വയാകുന്ന വസ്ത്രം, തഖ്വയാകുന്ന ഭക്ഷണം ഒരുക്കാൻ നമുക്ക് സാധിക്കണം. ആദം അലൈഹിസ്സലാമിന്റെ 2 പുത്രന്മാരുടെ സംഭവം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ഖുർആന്റെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 27-ാമത്തെ വചനം. ആ 2 പുത്രന്മാരും പടച്ചതമ്പുരാന് ബലിയർപ്പിക്കുകയാണ്. ഒരു പുത്രന്റെ ബലി പടച്ചതമ്പുരാൻ സ്വീകരിച്ചു, രണ്ടാമത്തെ പുത്രന്റെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. ആ ബലി സ്വീകരിക്കപ്പെടാത്ത പുത്രൻ പറയുന്നു, ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊല്ലും. ബലി സ്വീകരിക്കപ്പെട്ടവനോട് പറയുന്നു, ഞാനിതാ നിന്നെ കൊന്നുകളയും. ആ സമയത്ത് ആ ബലി സ്വീകരിച്ച പുത്രന്റെ വാചകം, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. പടച്ചതമ്പുരാൻ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് തഖ്വയുള്ളവരിൽ നിന്ന് മാത്രമാണ്, മുത്തഖികളിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് തഖ്വ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ, കഷ്ടപ്പാടുകൾ കടന്നു വരുമ്പോൾ നമ്മളൊക്കെ ഒരു അത്താണി അന്വേഷിക്കുന്നു. എന്താണ് നമുക്കുള്ള അത്താണി? പടച്ചതമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് പ്രയാസം കടന്നു വരുമ്പോൾ, ബുദ്ധിമുട്ട് കടന്നു വരുമ്പോൾ റബ്ബിനെ സൂക്ഷിക്കാൻ ആര് തയ്യാറുണ്ടോ, അവൻ പോലും വിചാരിക്കാത്ത, അവൻ പോലും നനയ്ക്കാത്ത മാർഗത്തിലൂടെ പടച്ചതമ്പുരാൻ അവന് വഴി തുറന്നു കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രവുമല്ല, നാം ഈ നാട്ടിലേക്ക് കടന്നു വന്നത് നമ്മുടെ അന്നം അന്വേഷിച്ചുകൊണ്ടാണ്. നമ്മൾ അഹോരാത്രം പണിയെടുക്കുന്നതും ചോര നീരാക്കി നമ്മുടെ തിരകളെ തുളച്ചു കയറുന്ന ഈ ഉഷ്ണകാലത്ത്, ചൂടുകാലത്ത് പോലും നമ്മളൊക്കെ കഷ്ടപ്പെടുന്നത് നമ്മുടെ ഉപജീവനത്തിനാണ്, നമ്മുടെ ഭക്ഷണത്തിനാണ്, നമ്മുടെ കുടുംബത്തെ പുലർത്താനാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. പടച്ചതമ്പുരാൻ സൂക്ഷിക്കാൻ, തഖ്വയുള്ളവരായി മാറാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പോലും വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഭക്ഷണം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തഖ്വ നേടാൻ കഴിയണം. ആ തഖ്വ എന്നുള്ളത് നീണ്ട താടിയിലോ നിസ്കാരത്തഴമ്പിലോ തൊപ്പിയിലോ ഒന്നുമല്ല. മനുഷ്യന്റെ ജാടകൾ നോക്കി, വേഷഭൂഷാദികൾ നോക്കി ഒരിക്കലും തഖ്വയെ വിലയിരുത്താൻ കഴിയില്ല. ആ തഖ്വയുടെ സ്ഥാനം ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന. തന്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് റസൂൽ പഠിപ്പിച്ചു, തഖ്വയുടെ സ്ഥാനം അത് ഹൃദയമാണ്. അതുകൊണ്ട് തഖ്വയുള്ളവരായി മാറാൻ നമുക്ക് ഈ നോമ്പിലൂടെ സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന, നമ്മോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുകൽ ഹുദാ, ഞാനിതാ നിന്നോട് സന്മാർഗ്ഗത്തെ ചോദിക്കുന്നു, വത്തുഖ, തഖ്വയെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, വൽ അഫാഫ, സദാചാരനിഷ്ഠമായ ഒരു ജീവിതത്തെ നാഥാ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വൽ ഗന, ഐശ്വര്യത്തെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നോമ്പിന്റെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരണമെന്നുള്ളതാണ്. ആ തഖ്വ നോമ്പിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അത് ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവരാശിക്ക് സന്മാർഗ്ഗദർശനമായി സത്യവും അസത്യവും കൃത്യമായി വേർതിരിച്ചുകൊണ്ട്, ധർമ്മവും അധർമ്മവും കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ പരിശുദ്ധ റമളാൻ. അതാണ് ഈ മാസത്തിന്റെ ശ്രേഷ്ഠത. അതുകൊണ്ട് ഈ മാസത്തിൽ ജീവനോട് കൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികളോടും പടച്ചതമ്പുരാൻ പറയുന്നു, അവൻ നോമ്പ് നോൽക്കണം, അവൻ നോമ്പ് നോൽക്കണം. ഖുർആൻ മാനവകുലത്തിന് വെളിച്ചമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക്
ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മാനവകുലത്തെ പ്രകാശത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് വഴി നടത്തുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. ലോകത്തെ ഏതൊരു ദർശനത്തിന്റെയും ഏതൊരു മതത്തിന്റെയും ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ആ പ്രത്യേകത കാണാൻ കഴിയില്ല. ആ വേദഗ്രന്ഥത്തിന്റെ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ സത്യവിശ്വാസികളുടെ കണ്ടമിടറും. സത്യവിശ്വാസികളുടെ കണ്ണിൽ നിന്ന് അതിന്റെ ആശയങ്ങൾ ഓർത്ത് അതിന്റെ അർത്ഥതലങ്ങൾ ഓർത്ത് കണ്ണീർ കണങ്ങൾ ഉതിർന്നു വീഴുന്ന വേദഗ്രന്ഥം അതേ വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ പല ആളുകൾക്കും സമയമില്ല. ജീവിതത്തിന്റെ തിരക്കുകൾ പറയുന്നവൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും പറഞ്ഞ് വിശുദ്ധ ഖുർആനെ മാറ്റിവെക്കുന്നവരായി സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ മാറാൻ പാടില്ല. കാരണം ആ റബ്ബ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് നിങ്ങൾ പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ? ആ ഖുർആനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടുകളിട്ട് വെച്ചിരിക്കുകയാണോ എന്ന് പടച്ചതമ്പുരാൻ നമ്മെ ചോദിക്കുന്നു. കൂരിരുട്ടത്ത് വഴിയറിയാതെ തപ്പിത്തടയുന്ന ഒരുപാട് മനുഷ്യർ അവരുടെ കയ്യിൽ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വലിയൊരു വിളക്ക്, ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകാൻ കഴിയുന്ന ഒരു വിളക്ക് അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ആ വിളക്കിന്റെ തിരിയൊന്ന് തിരിക്കാൻ, ആ വിളക്കൊന്ന് പ്രകാശിപ്പിക്കാനുള്ള മനസ്സ് അവർക്കില്ല. പടച്ചതമ്പുരാന്റെ വാചകം യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, പടച്ചതമ്പുരാനിൽ നിന്നുള്ള വ്യക്തമായ സന്മാർഗദർശനം, ന്യായപ്രമാണം നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന, ലോക സമൂഹത്തിന് മുഴുവൻ വഴികാട്ടുന്ന പ്രകാശം ഇതാ നിങ്ങളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമുക്ക് ഏവർക്കും ഒരു ലോകം വരാനുണ്ട്, ഖബർ എന്ന ലോകം. ആ ഖബറിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ നേടേണ്ടതുണ്ട്. മൻ ഇമാമുക എന്നുള്ള ചോദ്യം, മൻ റബ്ബുക എന്നുള്ളതിന്റെ ചോദ്യം, ആ മൻ റബ്ബുക എന്നുള്ള ചോദ്യം കഴിഞ്ഞ് നമ്മൾ അടുത്ത ചോദ്യം നേടേണ്ടത് മൻ ഇമാമുക എന്നുള്ള ചോദ്യമാണ്. ആരാണ് നിന്റെ ഇമാം? ആരാണ് നിന്റെ ഇമാം? ആ സമയത്ത് ഖുർആനു ഇമാമി എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഖുർആന്റെ അനുയായികളായി തീരാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആ ഖബർ എന്ന ലോകം കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുന്നത് പരലോകത്താണ്. ബർസഖ് കഴിഞ്ഞ് പരലോകത്ത് നമ്മൾ എത്തിച്ചേരും. ആ പരലോകത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. പക്ഷേ ആരും നമ്മോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമ, ഒരാളും നമ്മോട് സംസാരിക്കാൻ, നമ്മോട് പരിചയം നടിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല. ആ സമയത്ത് നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി സാക്ഷി പറയാൻ അതാ രണ്ട് കാര്യങ്ങൾ കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകൻ തന്നെ പറയട്ടെ, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. അതേ ഖുർആനും അതേപോലെ നോമ്പും തന്റെ അടിമയ്ക്ക് വേണ്ടി, ആ നോമ്പ് ധന്യമാക്കുന്ന ആളുകൾക്ക്, നോമ്പിന് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്ക്, ഖുർആൻ അറിയുന്ന, ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇത് രണ്ടും ശുപാർശ പറയാനായി കടന്നു വരും. നോമ്പ് കടന്നു വന്നിട്ട് പറയും, പടച്ചതമ്പുരാനെ, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടി ഇച്ഛകളെ മാറ്റിവെച്ചു, എനിക്ക് വേണ്ടി പ്രയാസം സഹിച്ചു, ഭക്ഷണവും വെള്ളവും ഒഴിവാക്കി, അതുകൊണ്ട് ഈ മനുഷ്യന്റെ വിഷയത്തിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണമേ എന്ന് നോമ്പ് പറയും. അതോടൊപ്പം തന്നെ ഖുർആൻ കടന്നു വന്നിട്ട് പറയും, നാദാ, നിന്റെ വേദഗ്രന്ഥം പഠിച്ചുകൊണ്ട്, അതിനറിഞ്ഞുകൊണ്ട്, അതിനെ പാരായണം ചെയ്തുകൊണ്ട് ഈ മനുഷ്യൻ ഇതാ ഉറക്കത്തെ മാറ്റിവെച്ചു, അതുകൊണ്ട് ഈ മനുഷ്യന്റെ പേരിലുള്ള എന്റെ ശുപാർശ സ്വീകരിക്കണമേ എന്ന് അവിടെ വെച്ച് ഖുർആൻ പറയുകയാണ്. ആ രണ്ട് ശുപാർശയും സ്വീകരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഖുർആൻ അവതരിപ്പിച്ച മാസത്തിൽ ഖുർആന്റെ അനുയായികളായി തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഈ നാട്ടിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഖുർആൻ പഠിക്കാൻ, ഖുർആൻ അറിയാൻ. അതുകൊണ്ട് ഈ നോമ്പ് കടന്നു വരുമ്പോൾ ഖുർആനുമായി ഒരിക്കലും തകരാത്ത അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കാൻ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായി, ഈ പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഈ റമളാനിലൂടെ കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം. ഹദീസുകൾ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മൻ അദ്റക റമളാൻ ഫലം യുഗ്ഫർ ലഹു ഫമത്ത. ഒരു മനുഷ്യന് പരിശുദ്ധ റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ അവന് സാധിച്ചില്ല എങ്കിൽ പിന്നെ എപ്പോഴാണ് ആരെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യാൻ നമുക്ക് സാധിക്കണം. റമളാനിലൂടെ പാപങ്ങൾ കഴുകിക്കളയാൻ സാധിക്കണം. നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. കൂടുതലായി നാഥന്റെ അടുക്കലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തേണ്ട സമയം അതാണ് പരിശുദ്ധ റമളാൻ. അതിന് ഓരോരുത്തരും സമയം കണ്ടെത്തണം. കാരണം നോമ്പിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്നതിനിടയിൽ പടച്ചതമ്പുരാൻ പറയുന്ന വാചകം, വഇദാ സഅലക ഇബാദി
അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ. നോമ്പിന്റെ വിധിവിലക്കുകൾ വിശദീകരിക്കുന്നതിനിടയിൽ പടച്ചതമ്പുരാൻ പ്രാർത്ഥനയുടെ പ്രാധാന്യം പറയുന്നു. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഞാൻ നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്, അതോടൊപ്പം നിങ്ങളോട് അടുത്തവനാണെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു. പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം ഉത്തരം കിട്ടേണ്ട ചില സമയങ്ങളുണ്ട്. നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. ആ സമയങ്ങളെല്ലാം സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. അഞ്ചാമതായി, ഈ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നു, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മിൻ കസ്ബിൻ തയ്യിബിൻ വലാ യഖ്ബലുല്ലാഹു ഇല്ല തയ്യിബ്. ഈ മാസത്തിന്റെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഒരു കാരക്കച്ചീളിന്റെ അത്രയെങ്കിലും ദാനം ചെയ്യാൻ തയ്യാറായാൽ ഹലാലായ സമ്പാദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു റസൂൽ പറയുന്നു, ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി. തന്റെ വലത് കൈകൊണ്ട് പടച്ചതമ്പുരാൻ അത് സ്വീകരിക്കും. തന്റെ വലത് കൈകൊണ്ട് പടച്ചതമ്പുരാൻ അത് സ്വീകരിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ അല്ലാഹു ആ സമ്പത്ത് വളർത്തും. ഓരോ മനുഷ്യർക്കും വേണ്ടി നമ്മൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരു ദാനം ചിലവഴിച്ചാൽ, ആ ഒരു ദിർഹം ചെലവഴിച്ചാൽ അതുപോലും പടച്ചതമ്പുരാൻ വളർത്തും. നമ്മൾ ഒരു ദിർഹം ചെലവഴിച്ചാൽ റബ്ബിന്റെ കോടതിയിൽ കടന്നു വരുമ്പോൾ അവനത് ഒരു ദിർഹമാക്കിയിട്ടല്ല നമുക്ക് മടക്കി തരിക, മറിച്ച് അത് പർവ്വത സമാനം വളർത്തിക്കൊണ്ട് അത് നമുക്ക് തിരിച്ചു തരുമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. അഞ്ചാമതായി, ഈ മാസത്തിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. ഒരുപാട് പാപങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ മലീമസമായ ഈ നാളുകളിലൂടെ, അതേപോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാൻ നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഒരുപാട് പാവങ്ങളായ ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ കണ്ടെത്തുകയും അവരെ സഹായിക്കാനും ഈ നാളുകൾ കൂടുതലായി നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. ആറാമതായി, ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പരിശുദ്ധ റമളാൻ പരിവർത്തനത്തിന്റെ മാസമാണ്. ഒരു മാറ്റത്തിന് നിമിത്തമായി തീരണം നമുക്ക് ഓരോരുത്തർക്കും ഈ റമളാൻ. കാരണം 11 മാസത്തെ നമ്മുടെ ചര്യകൾക്ക് പടച്ചതമ്പുരാൻ തന്നെ ഒരു ബ്രേക്ക് ഇട്ടു. പടച്ചതമ്പുരാൻ തന്നെ സ്റ്റോപ്പ് ചെയ്തു. 11 മാസ ചര്യകൾ ഇനിയൊന്ന് നിർത്തണം, ഇനിയൊന്ന് മാറി ചിന്തിക്കണം. കാരണം നിന്നിൽ എന്തൊക്കെയോ നന്മയുടെ കുറവുണ്ട്. അത് ആ നന്മയുടെ കുറവുകൾ നീ പരിഹരിക്കണം. നിന്നിൽ ഒരുപാട് തിന്മകളുണ്ട്. തിന്മകളിൽ നിന്ന് മുക്തമാകാൻ നിനക്ക് സാധിക്കണം. നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. പടച്ചതമ്പുരാന്റെ ഹിക്മത്ത്, നമ്മളെ പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ പടച്ചതമ്പുരാന്റെ ഹിക്മത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നോമ്പിലൂടെ അല്ലാഹു നമ്മോട് ഇച്ഛകളെ നിയന്ത്രിക്കാൻ പറഞ്ഞു. എല്ലാ ഇച്ഛകളും നമുക്ക് നിഷിദ്ധമാണോ? അല്ല. നോമ്പില്ലാത്ത സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം. എന്നാൽ നോമ്പിന്റെ സമയത്ത് നമുക്ക് അനുവദനീയമായ ഭക്ഷണവും വെള്ളവും അതുകൂടി ഒഴിവാക്കണമെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു. അതോടൊപ്പം നോമ്പിന്റെ സമയത്ത് മറ്റുള്ള കാലഘട്ടത്തിൽ അനുവദനീയമായ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കാൻ പറഞ്ഞ അതേ പടച്ചതമ്പുരാൻ തന്നെ നോമ്പിലെ കാലഘട്ടത്തിൽ അതും ഒഴിവാക്കുക. അതോടൊപ്പം മറ്റുള്ള മാസങ്ങളിൽ തീരെ പാടില്ലാത്ത കളവും ഏഷണിയും വഞ്ചനയും പരദൂഷണവുമെല്ലാം നിങ്ങൾ എന്തായാലും വെടിയണം എന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞതോടുകൂടി അതിൽ വലിയൊരു ഹിക്മത്ത്, യുക്തി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, വമൻ ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തുആമഹു വശറാബഹു. ഒരു മനുഷ്യൻ വ്യാജമായ വാക്കുകളും വേണ്ടാത്ത വാക്കും വേണ്ടാത്ത പ്രവൃത്തിയും ഒഴിവാക്കാൻ തയ്യാറല്ലാത്ത കാലത്തോളം പിന്നെ എന്തിനാണ് അവൻ നോമ്പ് നോൽക്കുന്നത് എന്നാണ് അല്ലാഹു റസൂൽ ചോദിക്കുന്നത്. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുമ്പോൾ എല്ലാവരും തിന്മകളെയും അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. ഒരു ഹോട്ടലിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് ആ ഹോട്ടലിൽ നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ മനുഷ്യൻ, ഹോട്ടൽ നടത്തുന്ന മനുഷ്യൻ ഒരിക്കലും എന്നെ വഞ്ചിക്കുകയില്ല, എന്നെ പറ്റിക്കുകയില്ല, എനിക്ക് വേണ്ടാത്ത ഭക്ഷണം അതേപോലെ പഴകിയ ഭക്ഷണം തരില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ അവിടേക്ക് കടന്നു ചെല്ലുന്നു. എന്നാൽ പഴകിയ ഭക്ഷണം ചൂടാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന അത്തരം ഒരു ഹോട്ടൽ നടത്തിപ്പുകാരൻ അവൻ നോമ്പനുഷ്ഠിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. റമളാനല്ലേ, വിശ്രമിക്കേണ്ട സമയമാണ് എന്ന് പറഞ്ഞ് ജോലിയുടെ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ അവൻ നോമ്പിനെ മനസ്സിലാക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നോമ്പിലെ പാഴാക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതിനെല്ലാം മാറ്റിവെക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മോട് തന്നെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ട സമയമാണ് പരിശുദ്ധ റമളാൻ. അഥവാ റബ്ബിനോടുള്ള കടമകൾ എനിക്ക് നിർവഹിക്കാൻ സാധിച്ചോ എന്നും
പ്രവാചകനോടുള്ള ബാധ്യത നിർവഹിക്കാൻ സാധിച്ചോ എന്നും മറ്റുള്ളവരോടുള്ള ബാധ്യത നിർവഹിക്കാൻ സാധിച്ചോ എന്നും എൻ്റെ നാവിനെ സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചോ എന്നും ജീവിതം വിപുലീകരിക്കാൻ എനിക്ക് സാധിച്ചോ എന്നുമുള്ള എല്ലാ നിലയ്ക്കുമുള്ള ഒരു ആത്മവിചിന്തനത്തിന്റെ സമയം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തുക. ആ രൂപത്തിൽ റമളാനിനെ ഒരു ആത്മവിചിന്തനത്തിന്റെ സമയമാക്കി മാറ്റുക. അള്ളാഹു നമ്മെ ഏവരെയും ആ രൂപത്തിൽ റമളാനെ ധന്യമാക്കുന്ന ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദുൽ ഖഹാർ വൽ അസീസുൽ ജബ്ബാർ വൽ മുഹൈമിനുൽ ഗഫാർ ഗഫൂറുൽ ദംബി വഖാബിലുത് തൗബ് വശദീദുൽ ഇഖാബ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹാബത്തിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അല്ലാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പരിശുദ്ധ റമളാൻ നമുക്ക് ലഭിച്ച ഒരു സുവർണാവസരമാണ്. ഈ പരിശുദ്ധ റമളാനിൽ ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് റബ്ബ് നമുക്ക് നൽകിയ വളരെ മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഈ മാസത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒരു സുന്നത്തുകളും ഞാൻ ഒഴിവാക്കുകയില്ല എന്നും ഞാൻ ദിക്റുകൾ വർദ്ധിപ്പിക്കുമെന്നും പ്രാർത്ഥനകളും നന്മകളും പുണ്യങ്ങളുമെല്ലാം കൂടുതൽ ഞാൻ കരഗതമാക്കുമെന്നും അതോടൊപ്പം ജമാഅത്ത് നമസ്കാരം കൃത്യമായി പുലർത്തുമെന്നുമൊക്കെയുള്ള കൃത്യമായ ഒരു പദ്ധതി നമ്മുടെ മനസ്സിൽ നമ്മൾ ഓരോരുത്തരും ഉറപ്പിക്കുക. കാരണം ഇനി റമളാന് സാക്ഷികളാകാൻ കഴിയുമെന്ന് നമ്മൾ ആർക്കും ഒരിക്കലും ഉറപ്പ് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, പരിശുദ്ധ റമളാൻ കടന്നു വന്നാൽ മലയാളം ചാനലുകൾ പുറത്തുവിടുന്ന പല സ്പെഷ്യൽ പ്രോഗ്രാമുകളുടെ മുന്നിൽ കണ്ണും നട്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. റമളാന്റെ പകലുകളെ യാതൊരുവിധ നിലയ്ക്കും ഉപയോഗപ്പെടുത്താതെ പലതരത്തിലുള്ള മോശത്തരമായ പരിപാടികളുടെ മുന്നിലും കണ്ണും നട്ടിരുന്ന് റമളാന്റെ പകലുകളെ നശിപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ നടന്മാരുടെ പത്തവുകൾക്ക് കാതുകൂർപ്പിച്ചിരിക്കേണ്ട ഗതികേട് ഈ പ്രസ്ഥാനത്തിലില്ല. മാത്രവുമല്ല, ഇന്ന് കേരളത്തിൽ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു. ഓണാഘോഷം. ആ ഓണാഘോഷം തികച്ചും അനിസ്ലാമികമായ ഹൈന്ദവപരമായ ആചാരമാണ് എന്ന് ഇനിയും തിരിച്ചറിയാത്ത ഒരുപാട് സഹോദരങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കുചേരുകയും റമളാന്റെ പകലുകൾ പോലും അത്തരം ആഘോഷങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളെയും സമൂഹത്തിൽ കാണാം. സഹോദരങ്ങളെ, മാറാനും മാറി ചിന്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സമയമായിരിക്കുന്നു. ഈ പുണ്യദിനങ്ങളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് രാത്രി നമസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ ഖാമ റമളാനൻ ഈമാനൻ വഇഹ്തിസാബ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിന്റെ രാത്രിയിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ആരെങ്കിലും നിന്ന് നമസ്കരിക്കാൻ തയ്യാറായാൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പുറക്കപ്പെടും. ആ ചര്യ പ്രവാചക മാതൃക അനുസരിച്ച് കൃത്യമായി ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. രണ്ടാമതായി സൂചിപ്പിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. ആ അത്താഴത്തെക്കുറിച്ച് റസൂൽ പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക. അത്താഴം നിങ്ങൾ കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. തനിക്ക് വിശപ്പില്ല എങ്കിലും തനിക്ക് ദാഹമില്ല എങ്കിലും അത് ബറക്കത്തിനാണ്, അനുഗ്രഹമാണ്. ജുർഅതമാ, ഒരു കപ്പ് വെള്ളം കൊണ്ടെങ്കിലും ആ സുന്നത്ത് നീ എടുക്കണം. അത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യമുണ്ട്. ആ സമയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, ആ സമയം തിന്നാനും കുടിക്കാനും മാത്രമുള്ള സമയമല്ല. തിന്നാനും കുടിക്കാനും മാത്രമുള്ള സമയമല്ല. ആ സമയത്ത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികൾ റബ്ബിലേക്ക് കരങ്ങളുയർത്തി തന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട സമയമാണ് ആ സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത് നോമ്പ് തുറയുടെ കാര്യമാണ്. നാം വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുന്ന സമയത്ത്, നമ്മൾ നോമ്പ് തുറന്ന് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുമ്പോൾ നോമ്പ് തുറന്ന് ഒന്നും കഴിക്കാനില്ലാതെ, അതേപോലെ പച്ചവെള്ളം കുടിച്ച് പശിയടക്കി തന്റെ മുണ്ടുമുറുക്കി വിശപ്പൊതുക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്, സമൂഹങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മറക്കാതിരിക്കുക. അവർ ഒരു പക്ഷേ പുറത്ത് പറഞ്ഞു എന്ന് വരില്ല, പുറത്തവർ അറിയിച്ചു എന്ന് വരില്ല, ആരോടും ഒന്നും ചോദിച്ചു എന്ന് വരില്ല. അവർ ഒട്ടിയ വയറും പുഞ്ചിരിച്ച മുഖവുമായി അവരുമുണ്ടാകും നമ്മുടെ ഒപ്പം. പള്ളികളിലും ക്ലാസ്സുകളിലുമൊക്കെ ആരോടും ചോദിക്കാതെ ഒട്ടിയ വയറുമായി കടന്നു വരുന്ന ഒരുപാട് സഹോദരങ്ങൾ, അവരെ സഹായിക്കാൻ ഒരു മനസ്സ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, മൻ ഫത്തറ സ്വായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി വയറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്വായിമി ശൈഉൻ. ആരെങ്കിലും ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരന് എന്ത് പ്രതിഫലമാണോ ഉള്ളത് അതേപോലെ തന്നെ ആ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചവനും ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഈ
ഇരുവിഭാഗത്തിന്റെയും പ്രതിഫലത്തിൽ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാവുകയില്ല. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആർക്ക് കൊടുക്കുന്നു എന്നതല്ല, കൊടുക്കാനുള്ള മനസ്സ് അത് നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്ന് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സമയത്ത് പരിശുദ്ധ റമളാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ഓരോരുത്തരും ആ മാതാപിതാക്കളെ പരമാവധി സന്തോഷിപ്പിക്കണം. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ പരമാവധി മാതാപിതാക്കളെ സന്തോഷിപ്പിച്ച് അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്തെല്ലാം നമുക്ക് സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ നമുക്ക് സാധിക്കണം. മാതാപിതാക്കൾ ഒരു നിശ്വാസം, മാതാപിതാക്കളുടെ വേദനയോട് കൂടിയുള്ള ഒരു നിശ്വാസം നമ്മുടെ കർമ്മങ്ങളെ പാഴാക്കി കളയും. മാതാപിതാക്കളോടുള്ള ബന്ധം നന്നാക്കാൻ ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. സഹോദരങ്ങളെ, ഒരുപാട് മുറിഞ്ഞുപോയ ബന്ധങ്ങളുണ്ട്. ഒരുപാട് മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഭൗതികമായ നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ വിളിക്കണം നാം അവരെ. നമ്മുടെ ഒരു ഫോൺ കോൾ റമളാനല്ലേ കടന്നു വരുന്നത്, ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനുള്ള മനസ്സ് സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ മനസ്സുകൾ നമ്മൾ ശുദ്ധീകരിക്കുക. പലരുടെയും പച്ചമാംസം തിന്നവരാണ് നമ്മൾ. അതെന്റെ പ്രയോഗമല്ല, വിശുദ്ധ ഖുർആന്റെ പ്രയോഗം. അയുഹിബ്ബു അഹദുക്കും അയ്യഅകുല ലഹ്മ അഖീഹി മൈത. തന്റെ സഹോദരന്മാരുടെ അവിടെ ഭാവത്തിൽ ഏഷണിയുടെ പരദൂഷണത്തിന്റെ ഭാവങ്ങളിലൂടെ കടന്നു ചെന്ന് ഒരുപാട് ആളുകളുടെ പച്ചമാംസം തിന്ന ആളുകൾ, സഹോദരങ്ങളെ, നമ്മുടെ വായ് കഴുകി ശുദ്ധിയാക്കണം. വായ് കഴുകി ശുദ്ധിയാക്കുക എന്നുള്ളത് വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണമല്ല. നമ്മൾ ആരോടാണോ ദ്രോഹിച്ചത്, ആരെയാണോ വേദനിപ്പിച്ചത്, അവർ അടുക്കിലേക്ക് കടന്നു ചെന്ന് ഒന്ന് പൊരുത്തപ്പെടിപ്പിക്കാൻ ഈ പരിശുദ്ധ റമളാനിലൂടെ നമുക്ക് സാധിക്കണം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുക, ധൂർത്ത് പരമാവധി ഒഴിവാക്കുക. നോമ്പ് തുറകളുടെ പേരിലുള്ള ധൂർത്ത് ഒഴിവാക്കുക. പാപങ്ങളെ മറക്കാതിരിക്കുക. ഇബാദത്തുകളിൽ കൃത്യനിഷ്ഠ പുലർത്തുക. ദിക്റുകൾ വർദ്ധിപ്പിക്കുക. തസ്ബീഹുകളും തഹ്ലീലുകളും വർദ്ധിപ്പിക്കുക. പ്രവാചകന്റെ പേരിൽ സലാത്ത് ചൊല്ലുക. സുന്നത്ത് നമസ്കാരങ്ങളിൽ കൃത്യത പുലർത്തുക. റയ്യാന്റെ താക്കോൽ കർമ്മങ്ങളാണ് എന്ന് മറക്കാതിരിക്കുക. റയ്യാന്റെ താക്കോൽ കർമ്മങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. കണ്ണും കാതും മനസ്സും അതേപോലെ നാവും നമ്മൾ ഓരോരുത്തരും നിയന്ത്രിക്കണം. അങ്ങനെ വിശുദ്ധ ഖുർആൻ പഠിക്കണം, വിശുദ്ധ ഖുർആൻ അറിയണം, വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തണം. ആ വിശുദ്ധ ഖുർആന്റെ ആളുകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പടച്ചതമ്പുരാൻ നമ്മോട് ചോദിക്കുന്നു, അലം യഅനില്ലദീന ആമനൂ അൻ തഖശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായില്ലേ ആ റബ്ബിന്റെ സ്മരണയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ കീഴൊതുക്കാൻ, വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു പോകാൻ, പ്രവാചകൻ അനുയായിയായി മാറാൻ നിങ്ങൾക്ക് സമയമായില്ലേ എന്നുള്ള ചോദ്യത്തിന് ഇതാ എനിക്ക് സമയമായിരിക്കുന്നുവെന്ന് ആത്മാർത്ഥമായ ആർജവത്തോടുകൂടി തന്റേടത്തോടുകൂടി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ധന്യമായ നോമ്പാക്കി നമ്മുടെ ഈ നോമ്പിനെ, ഈ വ്രതത്തെ നമ്മൾ ഓരോരുത്തരും മാറ്റുക. അതിന് കരുണാവാർദ്ധിയായ റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, നാളെ പരലോകത്ത് റയ്യാൻ മാടി വിളിക്കുന്ന യഥാർത്ഥ നോമ്പുകാരിൽ നീ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഒരു സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ മാനസികമായ പ്രയാസത്തിന് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും കരുണാവാരിതയെ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നാദാ, ഈ റമളാനെ എല്ലാ അർത്ഥത്തിലും ധന്യമാക്കാനും അതിൽ കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നീ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാദാ, ഞങ്ങളിൽ നിന്ന് വിശ്വാസികളായി മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു തരണമേ നാഥ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെ ഏറ്റവും നല്ല അടിമകളായി അതിൽ പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഏവരെയും ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. يا مقلب القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين والحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والصلاة والسلام على أشرف المرسلين. الحمد لله رب العالمين.